ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിക്കുട്ടിനോട് അലീന കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. നമ്മൾ ഒരാളെ എത്രയോ സ്നേഹിച്ചാലും, നമ്മളെ വേറൊരാൾ എത്രമാത്രം സ്നേഹിച്ചാലും നമ്മുടെ വില എന്താണോ അത് മറക്കരുത്. നമ്മൾക്ക് അവർ തന്നിട്ടുള്ള സ്ഥാനം എന്താണെന്ന് വെച്ചാൽ ആ സ്ഥാനത്ത് നിൽക്കണം. അല്ലാതെ നമ്മൾ അത് മറന്ന് അവരോട് പെരുമാറാൻ പാടില്ല. എപ്പോഴായാലും നമുക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വന്നാൽ ഒഴിഞ്ഞു പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ ഗ്രേസമ്മയും മാമച്ചനങ്ങളും ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിലും എപ്പോഴും വേണമെങ്കിലും അവരുടെ ആ ഒരു സ്നേഹം ഇല്ലാതാവും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ രേവതിനെ അലീന. അപ്പോൾ രേവതിക്കുട്ടി പറയുകയാണ്, ഞാൻ മാനുവേട്ടനെയും അലീന ചേച്ചിനെയും കൂടെ ഒരുമിച്ച് കണ്ടപ്പോൾ എന്തൊക്കെയോ മനസ്സിൽ ആഗ്രഹിച്ചു. ചേച്ചിക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു എന്നൊക്കെ പറയാണ് കേട്ടോ. കേൾക്കുമ്പോൾ അലീന ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ഇതേ സമയം വൈജയന്തിൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ വൈജയന്തി ബാബിയൊക്കെ പണിയെടുത്ത് ആകെ വയ്യാതാവാണ് കേട്ടോ. മുത്തശ്ശീനെ നോക്കണം, വീട്ടിലെ പണിയെടുക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടി വന്നപ്പോഴേ ബാബി പറയണേ അവൾക്ക് ലീവ് കൊടുത്ത് പറഞ്ഞയക്കേണ്ടായിരുന്നു അല്ലേ എന്ന് പറയുകയാണേ. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, അതെ ഞാൻ വേണ്ടാന്നൊരു വാക്ക് കടുപ്പിച്ച് പറഞ്ഞിരുന്നെങ്കിലേ അവൾ ഒരിക്കലും പോകൂലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മാമച്ചനങ്ങളുടെ ഒരു വീട്ടിൽ പുറത്തൊക്കെ ഇങ്ങനെ നടക്കാൻ കേട്ടോ. തൊടിയിലൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നോക്കി അലീന നടക്കുമ്പോൾ പെട്ടെന്ന് അലീന ഇങ്ങനെ നോക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ ഒരു വാള് പോലത്തെ ഒരു വലിയൊരു കത്തിയായിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ട അലീന ആകെ ഞെട്ടിധരിച്ച് അയാളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അയാളാണെന്നുണ്ടെങ്കിൽ അലീനെ കണ്ട വഴിക്ക് ആ ഒരു കത്തി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ എത്രയുള്ള പ്രമോല് കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.